നമസ്കാരം. ഇറാനുമായി ബന്ധപ്പെട്ട ആണവ കരാറിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെ തന്നെ വീണ്ടും ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ്. ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും അങ്ങനെ സംഭവിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഈ ആവർത്തിച്ചുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുടെ മുന്നോടിയായി റഷ്യയിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിലും ഇറാൻ ഒപ്പിടേണ്ടതില്ല എന്നാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം. ഈ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ ഗൗരവമായാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12-ന് യുക്രൈൻ മണ്ണിൽ അമേരിക്കയുടെ F-16 യുദ്ധവിമാനം വെടിവെച്ചിട്ടും റഷ്യ അവരുടെ വീര്യം പ്രകടമാക്കുകയുണ്ടായി. ഒരു F-16 വിമാനത്തിന്റെ അടിസ്ഥാന വില തന്നെ $63 ദശലക്ഷം വരും. ആർക്കും തകർക്കാൻ പറ്റില്ല എന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ച A-16 വിമാനത്തെ S-400 ട്രയംഫ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം റഷ്യൻ സൈന്യവും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരം 2 വിമാനങ്ങളാണ് യുക്രൈന് നഷ്ടമായിരിക്കുന്നത്. S-400ന്റെ മുൻഗാമിയായ S-300 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നവീകരിച്ച മോഡൽ നിരവധി എണ്ണം നിലവിൽ ഇറാന്റെ കൈവശമുണ്ട്. ഇതിന്റെ സകല ടെക്നോളജിയും റഷ്യ തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇറാഖിലെ അമേരിക്കൻ വ്യോമ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ഇറാൻ സൈന്യം നേരിട്ടിരുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനെത്തിയ ഇസ്രായേലിന് ഇറാൻ വ്യോമ മേഖലയിൽ കയറാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് ഈ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തീർത്തിരിക്കുന്നത്. S-300ന് പുറമെ S-400ന്റെ നിരവധി യൂണിറ്റുകളും ഇറാന് റഷ്യ നൽകിയതായാണ് അമേരിക്കയും ഇസ്രായേലും സംശയിക്കുന്നത്. ഇതിനു പുറമെ ലോകത്തെ മറ്റൊരു രാജ്യത്തിന്റെ കൈവശവും ഇല്ലാത്ത ചില ആധുനിക ആയുധങ്ങളും ഇറാന്റെ ആവനാഴിയിലുണ്ട്. ഭൂഗർഭാറകളിലെ ഇറാന്റെ മിസൈൽ കൂമ്പാരങ്ങളും ലോകം കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഇതെല്ലാം നൽകുന്ന സൂചന ഇറാനെ ആക്രമിച്ചാൽ നേരിടേണ്ടി വരുന്നത് വൻ ദുരന്തമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ്. ഉത്തര കൊറിയയുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച റഷ്യ ഇറാനുമായും ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ആക്രമിച്ചാൽ 3ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്തെ വൻ സൈനിക ശക്തിയാണ് അമേരിക്ക എങ്കിലും ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്കയല്ല എന്നതും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പുടിന്റെ റഷ്യയിലാണ് ഏറ്റവും അധികം ആണവായുധങ്ങൾ ഉള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം ഉള്ളതും റഷ്യയിൽ തന്നെ. അതുപയോഗിച്ച് തന്നെയാണ് അമേരിക്കയുടെ അഭിമാനമായ F-16 റഷ്യ വെടിവെച്ചിട്ടിരിക്കുന്നത്. റഷ്യയുടെ എത്ര ആയുധങ്ങൾ ഇറാനിൽ എത്തി എന്നതിൽ ഇരുട്ടിൽ തപ്പുന്ന അമേരിക്കയും ഇസ്രായേലും അവയെല്ലാം ഒരു മടിയുമില്ലാതെ ഇറാൻ പ്രയോഗിക്കുമെന്നതും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒരു രാജ്യം തന്നെ ചാമ്പലാക്കാൻ കഴിയുന്ന ഓറഷ്നിക് മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ റഷ്യയുടെ ജാഗ്രതയൊന്നും ഇറാനും അവരുടെ ചാവേർ ഗ്രൂപ്പുകളും എന്തായാലും അമേരിക്കയോടും ഇസ്രായേലിനോടും കാണിക്കാൻ പോകുന്നില്ല. അവർ വളഞ്ഞിട്ട് തന്നെ അമേരിക്കയെയും ഇസ്രായേലിനെയും ആക്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ലോകം ഇപ്പോൾ മുൾമുനയിലാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് വരും മണിക്കൂറുകളിൽ എന്നത്.